എല്ലാവർക്കും നമസ്കാരം. മൈൻസ്റ്റാറിലേക്ക് സ്വാഗതം. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് മെയ് 2025 എങ്ങനെയാണ് നോക്കുക. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. മെയ് 2025 പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കാം. Devil, Queen of Swords, Six of Wands, Wheel of Fortune, Ace of Swords and High Priestess energy. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡെവിൾ ആൻഡ് ഏസ് ഓഫ് സോർട്സ് എനർജിയാണ് ഇവിടെ എടുത്തു പറയാനുള്ള ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ. പുതിയതായിട്ട് ബിസിനസ് കാര്യങ്ങളൊക്കെ തുടങ്ങുന്ന ആളുകളാണെങ്കിൽ പുതിയ ഐഡിയാസും കാര്യങ്ങളും പുതിയ കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അതായത് നിങ്ങൾ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് എന്തിലേക്കാണ് ഇറങ്ങി പുറപ്പെടുന്നതെന്ന് നോക്കാതെ ഇറങ്ങിത്തിരിക്കാതിരിക്കുക എന്നുള്ളതാണ് ആദ്യം തന്നെ ശ്രദ്ധിക്കുക. ഇപ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ഈ ഒരു മാസം പകുതി ആകുമ്പോഴത്തേക്കും പല കാര്യങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ ചെയ്യണം, അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടണം എന്നുള്ളൊരു ചിന്ത ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഉള്ളിൽ ഉടലെടുക്കുന്ന ഒരു സമയമായിരിക്കും. ഭയങ്കര എനർജറ്റിക് ആയിരിക്കും. അപ്പോൾ പുതിയ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ തുടങ്ങണം, പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങൾ നേട്ടം ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ളൊരു തോന്നൽ ഭയങ്കരമായിട്ട് മനസ്സിൽ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളോട് ചേർന്ന് വരുന്ന ചില ആളുകൾ ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കും, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇപ്പോൾ ബിസിനസ്സോ കാര്യങ്ങളോ പാർട്ട്ണർഷിപ്പോ അതെന്തെങ്കിലും തുടങ്ങുന്നതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എന്ത് കാര്യവും ആവട്ടെ, ധനലാഭത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് എങ്കിൽ, അല്ലെങ്കിൽ ധനം കുറച്ച് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ നിങ്ങൾ എടുക്കുന്ന ഒരു കാര്യമാണ്, ചിലവാക്കുന്ന കാര്യമാണ് എങ്കിൽ പ്രത്യേകിച്ച് കൂടുതലായിട്ട് എന്താണ് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് പോവുക. മറ്റൊരാൾ പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങളുടെ മനസ്സിൽ അതൊരു തൃപ്തിയില്ലെങ്കിലും മറ്റൊരാൾ പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ചില വ്യക്തികളോട് നോ പറയാൻ പറ്റാത്തത് കൊണ്ടോ ഒക്കെ കാര്യങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടാതിരിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇവിടെ ഈ ഒരു മാസം സൂചിപ്പിക്കുന്ന മറ്റ് പലരുടെയും വാക്കുകൾ കേട്ടിട്ട് നിങ്ങൾ വേണ്ടാത്ത കാര്യത്തിലേക്ക് എടുത്തു ചാടുന്ന ഒരു സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത്. അതിനിപ്പോൾ ജോലി സംബന്ധമായിട്ട്, ഫിനാൻസ് സംബന്ധമായിട്ട്, മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യത്തിലും ആവാം. വിവാഹം ചില ആളുകളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. വിവാഹ കാര്യങ്ങൾ ചർച്ചയാവുന്ന ഒരു മാസമാണ്. അപ്പോൾ നിങ്ങളുടെ വിവാഹം നിങ്ങളുടെ അതായത് നിങ്ങൾ കുറച്ചധികം നാളായിട്ട് ശ്രമിക്കുന്ന കാര്യമായിരിക്കും നടക്കാത്തത്, അല്ലെങ്കിൽ എന്തായാലും പ്രണയവും വിവാഹവും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചർച്ചാ വിഷയങ്ങളാവുന്നുണ്ട്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ മറ്റൊരാളുടെ വാക്ക് കേട്ടിട്ട് ഒരു കുടുംബജീവിതത്തിലേക്ക് ഇറങ്ങുന്ന, അതായത് വിവാഹം കഴിക്കുന്നത് ഇന്ന വ്യക്തി പറയുന്നത് കേട്ടിട്ടാവാം. അതല്ലെങ്കിൽ നിങ്ങളുടെ വിവാഹം കഴിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു. ഇവിടെ ചില വ്യക്തികൾ പ്രണയത്തിലായിരിക്കാം ഓൾറെഡി. അപ്പോൾ പ്രണയത്തിലായി വിവാഹം കഴിക്കണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ പ്രണയിച്ചതിന് ശേഷം വീണ്ടും ചിലപ്പോൾ ജാതകം നോക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ വിവാഹത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആ പ്രണയം കാര്യങ്ങളൊക്കെ മറക്കുകയും പിന്നീട് നിങ്ങൾ വീട്ടുകാരുടെ ഇഷ്ടം, ഇനിയെല്ലാം വീട്ടുകാരാണ്, വിവാഹത്തിലേക്ക് വരുമ്പോൾ വീട്ടുകാരാണ് തീരുമാനം എടുക്കേണ്ടത്, അങ്ങനെയുള്ള രീതിയിലേക്ക് ചിലപ്പോൾ മാറുന്നുണ്ടാവാം. അത് നിങ്ങൾക്ക് വിനയായി വരുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം ഇതുവരെയുള്ളൊരു വ്യക്തി ആകുന്നില്ല നിങ്ങൾ വിവാഹത്തിലേക്ക് അടുക്കുമ്പോൾ എന്ന് മനസ്സിലാക്കുന്ന സിറ്റുവേഷനിൽ ഒരുപക്ഷെ നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തി അതിൽ നിന്ന് പിന്മാറിയേക്കാം. കാരണം പലതും മറ്റുള്ളവരുടെ വാക്ക് കേട്ടാണ് നിങ്ങൾ ഒറിജിനലി ശരിയായിട്ടുള്ള നിങ്ങളുടെ വ്യക്തിത്വം അവർ മനസ്സിലാക്കി തുടങ്ങുന്നത്. നിങ്ങൾ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതിലേക്ക് എത്തുന്നതാവാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവ്യമാകാം. അപ്പോൾ നിങ്ങളുടെ കുടുംബജീവിതം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകണമെങ്കിൽ നിങ്ങളൊരു ഫേക്കായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു മുഖംമൂടി ധരിച്ചിട്ട് ആ വ്യക്തിയോട് പെരുമാറാതിരിക്കുക. നിങ്ങളുടെ ശരിയായ വ്യക്തിത്വം എന്താണെന്ന് സംസാരിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് പോവുക. അല്ലെങ്കിൽ വെറുതെ ഒരു അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതേപോലെ ക്യൂൻ ഓഫ് ഫോൺസ് ആൻഡ് വീൽ ഓഫ് ഫോർച്യൂൺ എനർജി കണക്ഷൻസ് ആണ്. ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് പലരെയും സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബം എന്ന് പറയുമ്പോൾ ഒരു വീട് സ്വന്തമാക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്കായിട്ട് സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളൊരു സങ്കല്പം സത്യമാകുന്നു എന്നുള്ളത് അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ്. അപ്പോൾ വീട് വയ്ക്കുന്ന സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ പലരെ സംബന്ധിച്ച് സെറ്റിലാവുന്ന സമയമാണ്. സെറ്റിലാവുന്നതെന്ന് പറയുന്നത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി നിങ്ങളൊന്ന് സെറ്റിലായിട്ടുണ്ടാവില്ല ലൈഫിൽ, ഒരിടത്ത് സ്ഥിരമായിട്ട് ഇനി ഇവിടെയാണ് ലൈഫ്, ജീവിതം ഇനി ഇവിടെയാണ് എന്നുള്ളൊരു രീതിയിലേക്ക് നിങ്ങൾ ചിലപ്പോൾ വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആ ഒരു രീതിയിലേക്ക്, അതായത് ഇനി ഇവിടെയാണ്, അല്ലെങ്കിൽ ഒരു സെറ്റിൽ ഇനി, അതായത് ഇനി ഇങ്ങനെ ഓടി നടക്കലുകളല്ല,
ഇവിടെ ഒരു വീടൊക്കെ വെച്ച് ഇവിടെ സ്ഥിരതാമസമാക്കുന്നു എന്നുള്ളൊരു ചിന്തയിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി കണക്ഷൻസാണ്. പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. ഫെമിനൈൻ എനർജി സ്ട്രോങ് ആണെന്ന് പറയാം. അതായത് അപ്പോൾ നമ്മൾ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ സ്ത്രീകളിൽ വളരെയധികം എംപവർമെൻ്റ്, അതായത് സ്വന്തം കാലിൽ നിൽക്കണം, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം എന്നൊക്കെ ഉള്ളൊരു ചിന്തയാവാം. അതല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടാകുന്നുണ്ട്. ഇനി ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഇങ്ങനെയല്ല ജീവിതം മുന്നോട്ടേക്ക് പോകേണ്ടത്, സ്വയം തീരുമാനങ്ങൾ എടുക്കുന്ന രീതിയിലേക്കാവാം. ഇത് സ്ത്രീകളെ സംബന്ധിച്ച് മാത്രമായിരിക്കണം എന്നില്ല. ആ ഒരു സോഫ്റ്റ് ഫെമിനൈൻ എനർജി ഉള്ള ആളുകൾ, അതായത് എന്തൊക്കെ സിറ്റുവേഷൻസ് ആണെങ്കിലും മറ്റുള്ളവർ പറയുന്നത് മറ്റുള്ളവരെ വിഷമിപ്പിക്കേണ്ട എന്നൊക്കെ ചിന്തിച്ചിട്ട് ഒന്നും മറുത്ത് പറയാത്ത അങ്ങനെയുള്ളവരുമാണെങ്കിലും ആവാം. അതിൽ നിന്നൊരു മാറ്റം നിങ്ങൾ സ്വയം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സംസാരിച്ച് തുടങ്ങുന്ന ഒരു സമയമാകാം ഈ ഒരു മാസം എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ ക്യൂൻ ഓഫ് സോട്സ് ആൻഡ് ഹൈ പ്രീസ്റ്റേഴ്സ് എനർജി കണക്ഷൻസ് ആണ്. ഇവിടെ ഒരേ സമയം നിങ്ങൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക, സ്വന്തം കാലിൽ നിൽക്കുക, അല്ലെങ്കിൽ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാം, അങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും നിങ്ങൾ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നോ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഇതിൽ നിന്നൊന്നും നിങ്ങൾ മാറി നിൽക്കുന്നില്ല. ഒരേ സമയം തന്നെ ഭൗതികമായിട്ടുള്ള ലോകത്തിൽ മനുഷ്യന് ആവശ്യമുള്ള പണം, സമ്പത്ത്, അല്ലെങ്കിൽ നല്ലൊരു ജോലി, നല്ല സ്വത്ത്, വീട്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ വേണമെന്നും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിൽ ദൈവത്തെ വിചാരിക്കുന്ന, നമ്മൾ പറയില്ല ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് പോകുന്നു, നിങ്ങളുടെ ഇഷ്ട ദൈവത്തെ പ്രാർത്ഥിക്കുന്നു, അതേപോലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ സ്പിരിച്വലി കുറച്ചുകൂടി കണക്റ്റഡ് ആവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവ്യമാകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ 6 ഓഫ് ഫോൺസ് ആൻഡ് 8 ഓഫ് സോട്സ് എനർജി കണക്ഷൻസ് ആണ്. പലരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിപ്പോൾ സാമൂഹ്യ പ്രവർത്തനം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതല്ല ഇപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാനും അതുപോലുള്ള കാര്യങ്ങൾ താല്പര്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അതിനൊക്കെയുള്ളൊരു അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. സോഷ്യലി കുറച്ചുകൂടി കണക്റ്റഡ് ആവാൻ പറ്റുന്നു എന്നുള്ളതാണ്. സാമൂഹിക പ്രതിബദ്ധത കൂടുതലുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെടാൻ പറ്റുന്നു എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ, സമൂഹത്തിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുക, ഇതൊക്കെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്നുള്ളതും സാമ്പത്തികമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്. അപ്പോൾ നിങ്ങൾ മറ്റാർക്കെങ്കിലും ഇപ്പോൾ പണം കടം കൊടുക്കുക അതുപോലുള്ള കാര്യങ്ങൾ അല്ലാതെ, അതായത് സഹായമായിട്ട്, അതായത് തിരിച്ച് വേണ്ട എന്നുള്ള രീതിയിൽ എന്തെങ്കിലും കാര്യത്തിൽ ഒരു പ്രത്യേക സാമൂഹിക നന്മയ്ക്ക് വേണ്ടിയിട്ട് എന്തിനെങ്കിലും വേണ്ടിയിട്ട് പണം നിങ്ങൾ ചിലവാക്കുന്ന ഒരു സാഹചര്യം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. യാത്രകൾ വളരെയധികം സാധ്യതയുള്ളൊരു മാസമാണ് മെയ് മാസം. നിങ്ങളെ സംബന്ധിച്ചുള്ള ഒത്തിരി യാത്ര ചെയ്യാൻ പറ്റുന്ന അവസരം നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ലൈഫ് വളരെയധികം പോസിറ്റീവായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നത് തൃപ്തികരമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഇവിടെ പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ കൂട്ടുകുടുംബമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ പാരൻസിൻ്റെ ഒപ്പം താമസിക്കുന്നു, അല്ലെങ്കിൽ സഹോദരങ്ങൾ എല്ലാവരും ഒരുമിച്ച് താമസിക്കുന്ന, അല്ലെങ്കിൽ എല്ലാവർക്കും കൂടിയിട്ടൊരു വീട് ഉണ്ട്, അല്ലെങ്കിൽ തറവാട്, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉള്ളവർ ഒരുപക്ഷെ വീട് ഭാഗം വെപ്പ് കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്ഥലം വീടൊക്കെ ഭാഗം വയ്ക്കുന്നതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ലൈഫിൽ സംഭവ്യമാകുന്നു എന്നതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതായത് നിങ്ങളിലേക്ക് ധനം, സമ്പത്ത്, അതായത് സാമ്പത്തികം, സമ്പത്ത്, വീട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു അവസരം ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറയുന്നത് പൊതുവേ മനസ്സിന് തൃപ്തി തരുന്ന ഒരു മാസമായിരിക്കും. വിദ്യാഭ്യാസ കാര്യങ്ങളായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന സമയമാവും. യാത്രകളും ഇപ്പോൾ ഹോസ്റ്റൽ ജീവിതം കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ പുറത്ത് പോയിട്ട് പഠിക്കുന്ന സിറ്റുവേഷൻ ആവാം. പുറത്തെന്ന് പറയുമ്പോൾ കേരളത്തിന് വെളിയിലോ അല്ലെങ്കിൽ ഇന്ത്യക്ക് വെളിയിലോ പോയിട്ട് താമസവും പഠനവും ഇത്യാദി കാര്യങ്ങളൊക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്ന അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിൽ അങ്ങനത്തെ ഒരു എനർജിയാണ് കാണിക്കുന്നത്. പിന്നെ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സ്വന്തം കാലിൽ നിൽക്കുന്ന ആ ഒരു എനർജിയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ പ്രായമായിട്ടുള്ള റിട്ടയർമെൻറ്റ് ഫേസിലെത്തി നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുന്നുണ്ട് ചില കാര്യങ്ങൾ. അതായത് വീട് സംബന്ധിക്കുന്ന, നിങ്ങളിപ്പോൾ താമസിക്കുന്ന വീട് മാറാം. ചിലപ്പോൾ വലിയൊരു വീട്ടിലായിരിക്കും താമസിക്കുന്നത്, നിങ്ങൾ ചിലപ്പോൾ ഒറ്റയ്ക്കാണെങ്കിൽ
നിങ്ങളൊരു ഫ്ലാറ്റിലേക്ക് മാറുന്നിട്ട് ചെറിയൊരു ഫ്ലാറ്റിലേക്ക് വീട് വാടകയ്ക്ക് കൊടുക്കുകയോ വിൽക്കുകയോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പ്രായമായിട്ടുള്ള ദമ്പതികളെ സംബന്ധിച്ചൊക്കെ അങ്ങനത്തെ ഒരു എനർജിയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളൊരു പ്രാക്ടിക്കലായിട്ട് തീരുമാനം എടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.